നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം. 18 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ നോക്കിയത്, ചെറിയ ചെറിയ വീഡിയോകളായി. കഴിഞ്ഞ ശ്ലോകത്തിലെ ഒരു മുഖ്യ ശ്ലോകമാണ്, അത് പറഞ്ഞിരുന്നു. കർമ്മത്തിലെ അകർമ്മം, ഉപാധികൾ കർമ്മത്തിലിരിക്കുമ്പോഴും അകർമ്മത്തിൽ ആത്മാവ്, അകർമ്മമായ ആത്മാവിലെ അധ്യാസമാണ് ഈ കർമ്മവും അകർമ്മവും എല്ലാം. സത്യത്തിൽ കർമ്മത്തെ അപേക്ഷിച്ച് അകർമ്മം എന്ന് പറയുന്നുണ്ടെങ്കിലും കർമ്മവും അകർമ്മവും ആത്മാവിലില്ല. നിത്യശുദ്ധമാണ്, അകർത്താവാണ്, അഭോക്താവാണെന്ന് പറഞ്ഞു. അപ്പോൾ കർമ്മത്തെ അപേക്ഷിച്ച് അകർമ്മത്തെയും, എങ്കിൽ അകർമ്മം എന്ന് പറഞ്ഞ് ശരീരം മനോബുദ്ധികൾ കൊണ്ട് ഇതെല്ലാം കൊണ്ട് കർമ്മം ചെയ്യാതിരുന്നാലോ? ആ അകർമ്മത്തിലും കർമ്മത്തേക്കാണ്, അതും കർമ്മം തന്നെയാണ്. ശരീര മനോബുദ്ധികളിലെ കർമ്മം തന്നെയാണ്, അതുകൊണ്ട് അത് കർമ്മം തന്നെയാണ്. അപ്പോൾ ആത്മാവിൽ കർമ്മ അകർമ്മങ്ങളൊന്നുമില്ല. അങ്ങനെ അകർമ്മങ്ങളുടെ ഇതര ബുദ്ധി ഉണ്ടാകുന്നവൻ ഇവിടെ ജ്ഞാനിയാണ്, യോഗിയാണ് എന്ന് കൃഷ്ണകർമ്മകൃത്, അതായത് അകർമ്മയോഹോ ഇതര ദർശി, അതായത് കർമ്മത്തെക്കുറിച്ചും അകർമ്മത്തെക്കുറിച്ചും വ്യക്തമായിട്ട് അറിയുന്നത്, അതായത് ആത്മബോധമുള്ള ആള് ഇവിടെ തത്വജ്ഞാനി തന്നെയാണ് എന്ന് ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ വ്യക്തമാക്കി. അടുത്ത ശ്ലോകം അത് തന്നെയാണ്, സ്തുതിക്കുകയാണത്. 19-ാമത്തെ. യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഃ. തം പണ്ഡിതം ആഹുഹു, അവനെ പണ്ഡിതൻ എന്ന് പറയും. പണ്ഡിതൻ പറഞ്ഞാൽ ആത്മജ്ഞാനി എന്ന്. പണ്ഡ ആത്മ, അപ്പോൾ അതിൻ്റെ ജ്ഞാനമുള്ളവനാണ് പണ്ഡിതൻ. കുറേ വേദങ്ങളും ശാസ്ത്രങ്ങളും മനസ്സിലാക്കുന്ന പാണ്ഡിത്യം അതല്ല ഇവിടെ പറയുന്നത്. പണ്ഡിതൻ എന്നുള്ളതിന് ആത്മജ്ഞാനി, പണ്ഡ എന്ന ആത്മാവ് എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ആത്മജ്ഞാനി എന്ന് പറയുന്നു ആരെ? യസ്യ സർവേ സമാരംഭാഃ കാമസങ്കല്പവർജിതാഃ, ഏതൊരുവന്റെ സർവേ സമാരംഭാഃ എല്ലാ കർമ്മങ്ങളും കാമസങ്കല്പവർജിതാഃ, കാമവും സങ്കല്പവും എല്ലാം വിട്ടു, അതെല്ലാം ആത്മാവിലില്ല എന്നുള്ള ബോധമുണ്ട്. ചിത്തശുദ്ധിയിലൂടെ ആത്മജ്ഞാനം ഉണ്ടായി. അങ്ങനെയുള്ള ജ്ഞാനികൾ ജ്ഞാനാഗ്നിദഗ്ധ കർമാണം, ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് ദഹിക്കപ്പെട്ട കർമ്മത്തോടു കൂടിയ അവനെ തം പണ്ഡിതം അഹു. അപ്പോൾ ജ്ഞാനാഗ്നി കൊണ്ട് എല്ലാ കർമ്മങ്ങളും, ഇതുവരെയുള്ള സഞ്ചിതമായ കർമ്മങ്ങൾ, സഞ്ചിതം എന്ന് പറഞ്ഞാൽ പല ജന്മങ്ങളിലൂടെ സഞ്ചയിക്കപ്പെട്ട കർമ്മഫലങ്ങൾ, പുണ്യഭാവങ്ങൾ. അപ്പം അതിന് ഇന്ന് പ്രാരബ്ധം, പ്രകൃഷ്ടേന ആരംഭതേ ഇത് പ്രാരബ്ധം. അപ്പോൾ പ്രകൃഷ്ടേന ആരംഭിച്ചതാണ് പ്രാരബ്ധം, അതായത് ആ സഞ്ചിതമായ കർമ്മങ്ങളിൽ നിന്നും ഫലം കൊടുക്കാൻ പര്യാപ്തമായതിനെ, ആ ഒരു ജന്മത്തെയാണ് പ്രാരബ്ധം എന്ന് മനുഷ്യന് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ ജന്മങ്ങളെല്ലാം പ്രാരബ്ധമാണ്. അപ്പോൾ സഞ്ചിതമായിട്ട് കുറേ ജന്മങ്ങൾ ഇനി വരാൻ കിടക്കുന്നു, കർമ്മഫലങ്ങൾ അവിടെ കൂടിക്കിടക്കുകയാണ് സഞ്ചിതമായിട്ട് ഇരിക്കുന്നത്. പക്ഷേ ജ്ഞാനാഗ്നി കൊണ്ട് അതെല്ലാം കത്തിയെരിഞ്ഞു പോയി. ഇനി ജന്മങ്ങളില്ല, സഞ്ചിതമായ കർമ്മങ്ങളെല്ലാം കത്തിയെരിഞ്ഞു പോയി. പ്രാരബ്ധമായത് ഒരു അസ്ത്രം വിട്ടു, ആ അസ്ത്രം ഇനി ലക്ഷ്യത്തിലെത്തുന്നവരെ പോയേ വിട്ടു. അത് ജന്മം എടുത്തു, ആ ശരീരം മനോബുദ്ധികൾ ഇനി മരണം വരെ നിലനിൽക്കും. അപ്പോൾ അത് ഇല്ലാതാകുന്നില്ല. ജ്ഞാനത്തോടു കൂടി എല്ലാം പുകയെല്ലാം മറഞ്ഞു പോകുന്നതല്ല. പലരും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. അവൻ സാധാരണ മനുഷ്യനെ പോലെ തന്നെയാണ്, സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുന്നത് കാണാം. ചിലവർ ലോകക്ഷേമത്തിനായി ചെയ്യുന്നത് കാണാം, ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നത് കാണാം, ചിലപ്പോൾ മത്തനെ പോലെ കാണാം. അപ്പോൾ അവൻ അതിൽ പറയണം, കാമരഥോവ ഭോഗരഥോവ സങ്കരഥോവ സംഘവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. അവൻ കാമിക്കുന്നവനായോ ഭോഗിക്കുന്നവനായോ അല്ലെങ്കിൽ സംഘമുള്ളവനായോ സംഘമില്ല, അതൊക്കെ തത്വജ്ഞാനിയിൽ എങ്ങനെയും കാണാം. അതെല്ലാം അദ്ദേഹത്തിന് വ്യക്തമായിട്ടും ആ മായയെ അതിക്രമിച്ച് ആ ജ്ഞാനം കൊണ്ട് എല്ലാ കർമ്മങ്ങളും കത്തിയെറിഞ്ഞു. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം, അത് മായയിൽപ്പെട്ട ആ അധ്യാസ ബുദ്ധി ഇല്ല. അതിനെയാണ് മുക്തി എന്ന് പറയുന്നത്. ജീവൻ മുക്തി പറയും, ജീവിച്ചിരിക്കെ തന്നെ ഈ മായയിൽ നിന്നും വിമുക്തനായിരിക്കുന്നു. അപ്പോൾ മായയില്ല അവിടെ, മായയില്ല പറഞ്ഞാൽ അജ്ഞാനമില്ല. അത് തത്വജ്ഞാനത്തെ ബോധിച്ചു. അവിടെ കർമ്മമോ അകർമ്മമോ ഒന്നുമില്ല, ആത്മാവ് മാത്രമാണ്, എല്ലാം ആത്മതുല്യമാണ്. അപ്പോൾ അവിടെ ജ്ഞാനാഗ്നി കൊണ്ട് എല്ലാ കർമ്മങ്ങളും നശിച്ചു കഴിഞ്ഞു. അവിടെ കർമ്മത്തോടു കൂടി അവനെ പണ്ഡിതൻ എന്ന് പറയും. ബാക്കി പ്രാരബ്ധം എന്നുള്ളത് പോലും
ഒരു തത്വജ്ഞാനത്തിലില്ല. തത്വജ്ഞാനിക്ക് പരമാർത്ഥത്തിൽ പ്രാരബ്ധമില്ല. പക്ഷേ ശരീര മനോബുദ്ധികളിലെ ഇതുണ്ട്, അത് നടക്കുന്നുണ്ടല്ലോ. ശിഷ്യനുണ്ട്, ശാസ്ത്രമുണ്ട്. ശാസ്ത്രം അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട്, ശാസ്ത്രം തന്നെയാണ്. ഒരു തത്വജ്ഞാനി പറയുന്നത് തന്നെയാണ് ശാസ്ത്രം, ഗുരു. അപ്പം അതെല്ലാം ഉണ്ട്. പക്ഷെ അത് ആത്മാവിലില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പം അതിനെ നമ്മൾ ഒരു അജ്ഞാന ദൃഷ്ടിയിൽ നമുക്ക് പ്രാരബ്ധം എന്ന് പറയാം. എങ്കിൽ കൂടി ആത്മതത്വത്തിൽ അതൊന്നുമില്ല. എല്ലാ കർമ്മങ്ങളും ഇത്. ഇനി ഈ കർമ്മങ്ങൾ, അപ്പോൾ ഇതിൻ്റെ ആഗാമി കർമ്മങ്ങളുണ്ടാവും. ഇപ്പം ചെയ്യുന്നത് അത് ലോകകർമ്മമായാലും മറ്റെന്ത് തന്നെ ആയാലും ഈ പ്രാരബ്ധത്തിൽ, ഈ ജന്മത്തിൽ ചെയ്യുന്നതിന് പുണ്യപാപങ്ങൾ, കർമ്മങ്ങൾക്ക് എന്തായാലും പുണ്യമായിട്ട് ഫലങ്ങൾ എന്തായാലും തീർച്ചയാണ്. ഫലങ്ങൾ ഇല്ലാതാവില്ല ചെയ്യുന്ന കർമ്മങ്ങൾക്ക്. അപ്പം ഈ ജന്മത്തിൽ ചെയ്യുന്ന, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ, ഈ ഇതുവരെ ചെയ്തതും അല്ലെങ്കിൽ ഇനി ചെയ്യുന്നതുമായ, തത്വജ്ഞാനത്തിന് ശേഷം ചെയ്യുന്നതുമായ പാപങ്ങൾ, അപ്പം അതെങ്ങനെ നശിക്കുമെന്നാണെങ്കിൽ അതിന് ശാസ്ത്രം അതും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു തത്വജ്ഞനെ സേവിക്കുന്നവർക്ക്, അല്ലെങ്കിൽ തത്വജ്ഞനെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് ആ പുണ്യങ്ങൾ വന്നു ചേരുന്നു. ആ പുണ്യങ്ങൾ എവിടെയെങ്കിലും ചേരണമല്ലോ. അപ്പോൾ അത് അവരുടെ അതിനെ അവരിലേക്ക് വന്നു ചേരും ആ പുണ്യങ്ങൾ. അത് കൊടുക്കുന്നതല്ല, തത്വജ്ഞാനി കൊടുക്കുന്നതല്ല, മറിച്ച് ആ പുണ്യങ്ങൾ ശുശ്രൂഷിക്കുന്നവർക്ക് അവർക്കതിലൂടെ ലഭിക്കും. അപ്പോൾ ഈ പാപങ്ങളോ, അദ്ദേഹം പാപങ്ങളും ചെയ്യുന്നുണ്ടാവുമല്ലോ. ലോകത്ത് എങ്ങനെയെങ്കിലും ഇപ്പോൾ നടക്കുമ്പോൾ ഒരു ഇരുമ്പിനെ പോലും ചവിട്ടാതിരിക്കും. പാവങ്ങൾ ചെയ്യാം, അറിഞ്ഞും അറിയാതെയും ചെയ്യാം. അതൊരു തത്വജ്ഞാനി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. ഇവിടെ എന്തായാലും പുണ്യം പാപങ്ങളായ കർമ്മങ്ങൾ ജീവിച്ചിരിക്കുക ഉണ്ടാവും. അപ്പോൾ അത് എവിടെ പോവും? പാപങ്ങൾ. ആ പാപങ്ങൾ അദ്ദേഹത്തെ ദ്വേഷിക്കുന്നവരെ, അല്ലെങ്കിൽ തത്വജ്ഞാനിയെ ദ്രോഹം ചെയ്യുന്നവർക്ക് അത് അവരിലേക്ക് ആ പാപം വന്നു ചേരും. അല്ലാതെ ഈ പുണ്യപാപങ്ങൾക്കനുസരിച്ച് മറ്റൊരു ജന്മമില്ല. കാരണം അവിടെ ജന്മമില്ല എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ കർമ്മബന്ധങ്ങളില്ല. ഞാൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിലല്ലേ എനിക്ക് വന്നു ചേരുള്ളൂ. അപ്പോൾ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം കർമ്മമില്ല, കർമ്മഫലങ്ങളും അതിനോട് ബന്ധിക്കുന്നില്ല. ആത്മതത്വമായിട്ടിരിക്കുന്നു, ആത്മാവായിരിക്കുന്നു, ഈശ്വരനായിരിക്കുന്നു, തത്വത്തെ ബോധിച്ചവന്. അപ്പോൾ അവരെ സാധാരണ ജനങ്ങളായി കണ്ട്, അല്ലെങ്കിൽ അവരെ ദ്വേഷിക്കുന്നവർക്ക് അതിൻ്റെ പാപങ്ങളും ഈ ജന്മത്തെ പ്രാരബ്ധമായിട്ട്, മറ്റ് അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് ആ നന്മകൾ അല്ലെങ്കിൽ ആ പുണ്യങ്ങൾ അവരിലും വന്നു ചേരും. അത് അറിയണം. അപ്പം എല്ലാ കർമ്മങ്ങളും, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കർമ്മങ്ങളും ജ്ഞാനാഗ്നി കൊണ്ട് ദഹിക്കപ്പെട്ടു. അങ്ങനെയുള്ള അവരെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. പണ്ട ജ്ഞാനമുണ്ട്, അത് ആത്മജ്ഞാനമുള്ളവൻ എന്ന് പറയുന്നതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്തത് ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യപി പ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ. കർമ്മഫലം സംഘം ത്യക്ത്വാ നിത്യതൃപ്തഃ നിരാശ്രയഃ സ കർമ്മണി അഭിപ്രവൃത്തേ അഭി. കർമ്മത്തിലും ഫലത്തിലും ആസക്തിയെ വിട്ട് എന്നും തൃപ്തനും ഒന്നിനെയും ആശ്രയിക്കാതെ നിരാശ്രയനായി സഹ കർമ്മണി, അവൻ കർമ്മത്തിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിലും കിഞ്ചിത് ന കരോതി ഏവ, ഒന്നും ചെയ്യുന്നില്ല തന്നെ. അത് തന്നെയാണ് ഇവിടെ എടുത്തു പറയുന്നത്. കർമ്മഫലത്തിൽ സംഘമില്ല. കർമ്മത്തിൻ്റെ ഫലത്തെക്കുറിച്ച്, അത് കർമ്മയോഗിക്ക് പോലും ഫലസംഘമില്ലാതെ അതിൽ ഇച്ഛയില്ലാതെയാണ്. അപ്പോൾ ജ്ഞാനിയെക്കുറിച്ച് പറയണ്ടല്ലോ. അപ്പോൾ കർമ്മത്തിലും ഫലത്തിലും ആസക്തി, കർമ്മത്തിലും ഇല്ല, ഫലത്തിലും ആസക്തിയില്ല. എനിക്ക് വന്നു ചേരണു എന്നുള്ളത് ആത്മാവിലേക്ക് ഒന്നും കർമ്മവുമില്ല, കർമ്മഫലവും എത്തിച്ചേരുന്നില്ല. അങ്ങനെയുള്ള നിത്യതൃപ്ത നിരാശ്രയ, എന്നും തൃപ്തനാണ്, ആത്മാവിൽ തന്നെയാണ് തൃപ്തൻ. അങ്ങനെയുള്ള നിരാശ്രയ, ഒന്നിനെയും ആശ്രയിക്കാത്തവനുമായ സഹ, അവൻ കർമ്മണി അഭിപ്രവൃത്ത അഭി, കർമ്മത്തിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിലും കിഞ്ചിത് ന കരോതി ഏവ, ഒന്നും ചെയ്യുന്നില്ല തന്നെ. ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ബോധം. അപ്പോൾ അവൻ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, സാധാരണ മനുഷ്യരെ പോലെ എല്ലാത്തിലും നിൽക്കുന്നുണ്ട്, നല്ലതും കെട്ടതും ഒക്കെ നമുക്ക് ദർശിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തത്വജ്ഞനിലില്ല. അവർക്ക് അജ്ഞാനിക്കാണ് ആ ദൃഷ്ടി ചെയ്യണു എന്നുള്ളത്. അപ്പം അതിൽ വിട്ടുപോയി, ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അത് ആ കഴിഞ്ഞ ശ്ലോകത്തിൽ കർമ്മത്തിൽ അകർമ്മത്തെ കാണണം എന്ന് പറയുന്നത്. അപ്പം അതിനെ വ്യക്തമായി മനസ്സിലാക്കുക. ആത്മാവിൽ ഇതൊന്നുമില്ല. കർമ്മമുണ്ടോ? ഇപ്പോൾ ജലം തിര പൊന്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിന് വല്ല ഇളക്കുണ്ടോ? ജലം തന്നെയല്ലേ. സ്വർണ്ണ ആഭരണങ്ങളിലെല്ലാം സ്വർണം നിറഞ്ഞിരിക്കേ, അതിൻ്റെ രൂപവും സ്വർണ്ണമായിരിക്കേ, അതിന് വല്ല വ്യത്യാസം ഉണ്ടാവും? എന്നാൽ സ്വർണ്ണത്തെ ഉരുകി കഴിഞ്ഞാൽ ആ രൂപം അവിടെ കാണണം. വ്യത്യാസപ്പെട്ടിട്ടില്ലല്ലോ. സ്വർണ്ണത്തിന് അങ്ങനെ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ കയറിൽ ഒരു പാമ്പിനെ അധ്യാസത്തിൽ കാണുന്നു എങ്കിൽ ആ പാമ്പ് എന്താ അവിടെ ഉണ്ടായിട്ടുണ്ടോ? ആ പാമ്പിനെ തല്ലിക്കൊല്ലണോ ആ കയറാവാൻ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ.
അപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ. ആ അധ്യാസ ദോഷങ്ങളെല്ലാം ഒരു തത്വജ്ഞാനയിൽ വിട്ടു. മായയിൽ അവർ ആ ജ്ഞാനത്തിന് ദൃഢതയുണ്ടായി. ആ ജ്ഞാനത്തിലുണ്ടാകുന്ന സംശയ വിപര്യ അജ്ഞാന ദോഷങ്ങളെല്ലാം ആ 3 രൂപത്തിലുള്ള ദോഷങ്ങളെല്ലാം വ്യക്തമായി നീങ്ങപ്പെട്ടു. അങ്ങനെയുള്ള ഒരു ജ്ഞാനി, ഈശ്വര രൂപമായിരിക്കുന്ന ജ്ഞാനി, അദ്ദേഹത്തിന് അവിടെ യാതൊരു കർമ്മങ്ങളും ഒന്നും ചെയ്താലും ചെയ്യുന്നില്ല തന്നെ എന്നാണ് പറയുന്നത്. അപ്പോൾ കർമ്മത്തിൽ അഭിമാനത്തെയും ഫലത്തിൽ അഹങ്കവും വിട്ട് ആത്മബോധത്തിൽ തൃപ്തനായിട്ട് വിഷയങ്ങളിലല്ല, അവർ ആത്മബോധത്തിലാണ് തൃപ്തരായിരിക്കുന്നത്, വിഷയരാമനായിട്ടല്ല, അല്ലെങ്കിൽ വിഷയലോഭത്തിലല്ല. അത് കാണുന്നുണ്ടെങ്കിൽ അതാണ് പറഞ്ഞത് ഗുണാഹ ഗുണേഷു വർത്തന്തേന്ന്. അപ്പോൾ ഇതെല്ലാം തത്വജ്ഞൻ്റെ നിലയെ കേൾക്കുന്നത് ആ തത്വജ്ഞൻ്റെ നിലയെ മനസ്സിലാക്കാനും നമ്മുടെ സാധനയിൽ അത് അനുഷ്ഠിക്കാനുമാണ്. അതിനെ ഒരു ലൈസൻസായി എടുത്തിട്ട് എല്ലാം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വിഷയത്തിൽ എല്ലാത്തിലും ഇടപെട്ട് സംഘമായി ഇരുന്നു കൊണ്ട് മനസ്സ് കലുഷമായിട്ട് ഞാൻ ആത്മജ്ഞാനിയാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നതിനല്ല. അങ്ങനെയല്ല, വിഷയാരാമനായിട്ട് എന്തായാലും പറ്റില്ല. വിഷയങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ട് എൻ്റെ നിജസ്ഥിതി എന്താണ്, ആത്മസ്വരൂപത്തിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് ഈ പറഞ്ഞു തരുന്നതിലൂടെ ബോധിക്കണം. അതിനാണ് ഇതെല്ലാം പറയുന്നത് ഒരു സാധനയ്ക്കായിട്ട്. തത്വജ്ഞൻ്റെ നിലയിൽ പറഞ്ഞു തരുന്നത്, തത്വജ്ഞനെക്കുറിച്ച് ഒരാളെക്കുറിച്ച് അറിഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷേ അത് അറിയുന്നത് നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സാധനയ്ക്കും അതിൻ്റെ നില എന്താണ്, അതിൽ വരുന്ന തത്വത്തിൽ വരുന്ന സംശയങ്ങൾ, നമ്മുടെ തത്വത്തെക്കുറിച്ചുണ്ടാവുന്ന ആത്മതത്വത്തെക്കുറിച്ചുണ്ടാവുന്ന അജ്ഞാന സംശയ വിപരീത ദോഷങ്ങളെല്ലാം മാറാൻ വേണ്ടി മാത്രമാണ്. ആത്മബോധത്തിനും ഒപ്പം തന്നെ ഈ ആത്മബോധത്തോടു കൂടി തന്നെ കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് കർമ്മയോഗത്തിലേക്കും ഒരു കർമ്മയോഗി കൊണ്ടുവരാനും കൂടിയിട്ടാണ്. അപ്പോൾ ആ കർമ്മയോഗത്തിലൂടെ ഈ തത്വത്തെ അവൻ ബോധിക്കുന്നു, അവൻ സ്വയം സാക്ഷാത്കരിക്കുന്നു, അവിടെ അജ്ഞാന സംശയ ദോഷങ്ങൾ വരുന്നില്ല. അങ്ങനെ ബോധിക്കാനാണ് കൂടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ തത്വജ്ഞൻ്റെ നിലയെ ഇങ്ങനെയും വർണ്ണിക്കുകയാണ്. ആ വിഷാദികൾ കൊണ്ട് ബന്ധമുണ്ടാകുന്നുള്ളൂ. അപ്പം നിരാശീർയത ചിത്താത്മാ തെക്ത സർവപരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുർവൻ ആപ്നോതി കിൽബിഷം. ഇവിടെ നിരാശി, ആശയില്ലാത്തവനും, യഥചിത്താത്മാ, ബാഹ്യ അന്ധകരണങ്ങളെ ഒതുക്കി നിർത്തിയവനും. യഥചിത്താത്മ, അപ്പം അന്ധകരണങ്ങളിലെല്ലാം ബാഹ്യ അന്ധകരണങ്ങളിലൊക്കെ ഒതുക്കി നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം വിഷയരാമനല്ല. അങ്ങനെയുള്ള തെക്ത സർവപരിഗ്രഹ, പരന്മാരിൽ നിന്നൊന്നും സ്വീകരിക്കാത്തവനുമായ വിവേകി. അപ്പോൾ അതിനൊന്നും ആഗ്രഹിക്കുന്നില്ല, ഇച്ഛിക്കുന്നില്ല. അത് കിട്ടണം, ഇത് കിട്ടണം, അവരിലൂടെ എനിക്ക് ഇത് കിട്ടണം. മാനാപമാനങ്ങളൊന്നും അദ്ദേഹത്തെ സ്പർശിക്കുന്നില്ല ആത്മാവിലെ. അങ്ങനെയുള്ളവർ ശാരീരം കേവലം കർമ്മ കുർവൻ, ശരീര നിർവഹണത്തിന് മാത്രം ഉതകുന്ന കർമ്മത്തെ ചെയ്യുന്നതിനായിട്ട് കിൽബിഷം നാപ്നോതി, ഈ സംസാരത്തെ പ്രാപിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ധർമാധർമ്മങ്ങളൊന്നും ഇല്ലാതെ, അതിനൊന്നും ബന്ധിക്കാതെ ശരീരയാത്ര മാത്രമാണ് ഈ സന്യാസി. അതാണ് സന്യാസം ശരിയായിട്ട് പണ്ടുണ്ടായിരുന്നത്. ധർമ്മവും അധർമ്മവും ഒന്നുമില്ല അവിടെ. വിധിക്കപ്പെട്ടതോ വിധിക്കപ്പെടാത്ത എന്തായാലും ചെയ്യുന്നില്ല. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ പോലും, അല്ലെങ്കിൽ നിത്യകർമ്മങ്ങൾ പോലും ധർമ്മങ്ങളായിട്ടില്ല. പിന്നെ അധർമ്മം ഒന്നുമില്ല. അപ്പോൾ ധർമ്മ അധർമ്മങ്ങൾക്ക് അതീതനായിട്ട് ശരീര യാത്രയ്ക്കായിട്ട് ഭിക്ഷാടനം, അതാണ് അന്നത്തെ ശങ്കരാചാര്യർ കണ്ട സന്യാസം. അതിന്നില്ല. ഇന്ന് ഈ സന്യാസം എന്നുള്ളത് അത് അവരവരുടെ താല്പര്യം, ഓരോ ആശ്രമങ്ങളെ ഇല്ല എന്നുള്ളത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ നോക്കിയതാണ്. ഇന്ന് അത് എവിടെ ഇരുന്നാലും അപ്പോൾ ആത്മബോധം തന്നെയാണ് ഇന്നത്തെ ശരിയായ സന്യാസം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇവിടെ വിധിക്കപ്പെട്ട കർമ്മങ്ങളില്ല, വേദശാസ്ത്രങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ ധർമാധർമ്മങ്ങളൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നില്ല. അപ്പം അങ്ങനെ ശരീര ജീവനാർത്ഥം മാത്രമാണ് കർമ്മം അന്നത്തെ സന്യാസം. അതിനെയാണ് ശങ്കരൻ സന്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സന്യാസം അതാണ് എന്താണെന്നുള്ളത് അതിനനുസരിച്ച് കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ സന്യാസം ഇല്ല, അങ്ങനത്തെ പഴയ സന്യാസമല്ല. അപ്പോൾ പൂർണ്ണമായ സന്യാസമാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആത്മാവിലെ അകർമ്മത്തെ കണ്ടുകൊണ്ട് ശരീരയാത്രയ്ക്കുള്ളത് ചെയ്യുക, അത്രയേ ഉള്ളൂ. ശരീരയാത്രയ്ക്കുള്ള എന്തായാലും വന്നു, അതിപ്പോൾ അത് മാത്രം അത് ചെയ്യുന്നവർ, അതിലും അവർ ചെയ്യുന്നില്ല. അത് പറഞ്ഞല്ലോ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. കർമ്മണി അഭിപ്രവൃത്ത അഭി കിഞ്ചിത് ന കരോതി. അപ്പം അതിലൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ബോധം, ആത്മബോധത്തിൽ. പക്ഷേ ശരീരം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ശരീരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക സന്യാസി. അതാണ് ശരിയായിട്ട് പരമഹംസൻ സന്യാസം, പരമഹംസ സന്യാസം എന്ന് പറയുന്നത് അതാണ്. ശരീരയാത്രയ്ക്ക് ഒരാളെ ഉപദേശിക്കാൻ പോലും ആ സന്യാസിമാർക്ക്, അല്ലെങ്കിൽ ഒരാളെ അനുഗ്രഹിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതോ യാതൊന്നുമില്ല. ഭിക്ഷാടനം മാത്രം ചെയ്തുകൊണ്ട്
അങ്ങനെ നടക്കുന്ന ആ സന്യാസം അന്നത്തെ ലക്ഷണങ്ങളില്ലാത്ത സന്യാസം. ഒരു ലക്ഷണവുമില്ല, ദണ്ടും വേഷവും അതുങ്ങളൊന്നുമില്ല, ഒരാളിൽ ലക്ഷണങ്ങളൊന്നുമില്ല ആ സന്യാസത്തിന്. അതാണ് ശങ്കരൻ പറഞ്ഞ സന്യാസം. ഇന്നത്തെ സന്യാസം ഓരോ താല്പര്യങ്ങൾ. ഇന്നിപ്പോൾ ഗൃഹസ്ഥ ഒരു കല്യാണം കഴിക്കുന്നു പറഞ്ഞാൽ അതൊരു താല്പര്യം. അവരവിടെ ഇങ്ങനെ വേറൊരു സന്യാസി എടുത്തിട്ട് അവർ വേറെ വല്ലതും ചെയ്യുന്നു, അല്ലെങ്കിൽ സ്കൂൾ നടത്തുന്നു, ഹോസ്പിറ്റൽ നടത്തുന്നു, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപദേശവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭക്തന്മാരെ ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ അതിലൂടെ അവർക്ക് അവരുടെ പുരോഗതി കർമ്മബന്ധനത്തിനില്ലാതെ കർമ്മയോഗിയായിരിക്കണം. അപ്പം ഇവിടെയായാലും ഗൃഹസ്ഥാശ്രമം, ഇപ്പം ഗൃഹസ്ഥാശ്രമമല്ല, ഒരു കുടുംബസ്ഥനായാലും ഒരു സന്യാസി എന്നുള്ള അങ്ങനത്തെ ഒരു ആശ്രമവിധി, ഇന്നത്തെ ആശ്രമവിധിയാലും എല്ലാം കർമ്മയോഗം തന്നെയാണ്. അപ്പോൾ പരമമായ സന്യാസം എന്ന് പറയുന്നത് ജ്ഞാനത്തെ തന്നെയാണ്. തത്വബോധം ഉദിച്ചവർ തന്നെയാണ് പരമമായ സന്യാസം. അതിന് വേഷങ്ങളോ ലക്ഷണങ്ങളോ ഒന്നുമില്ല. പണ്ടത്തെ ശങ്കരൻ പറഞ്ഞ സന്യാസവും ഇവിടെ ഇന്നില്ല, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളോ ഗൃഹസ്ഥാശ്രമിയോ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് പറയുന്നത്, നിരാശീർ യഥ ചിത്താത്മാ തെക്ത സർവപരിഗ്രഹ സന്യാസിയാണ്. ശരീരം കേവലം കർമ്മ, ശരീരത്തിന് നിലനിർത്താനുള്ള കൊണ്ടു നടത്താനുള്ള കേവലം കർമ്മ, അതാണ് ഭിക്ഷാടനം എന്ന് പറഞ്ഞത്. അതും ഭിക്ഷാടനത്തിന് ഒരു വിധിയൊക്കെ കൽപ്പിച്ചിരുന്നു. ആ വിധി പോലും ഇല്ല അവർക്ക്, എങ്കിൽ കൂടി ഭിക്ഷാടനം തന്നെയാണ് സന്യാസത്തെ. കുറുവൻ നാപ്നോതി കിൽബിഷം, അങ്ങനെയുള്ളവരെ സംസാരത്തെ വീണ്ടും പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ശ്ലോകവും ഇത് തന്നെയാണ് പറയുന്നത്. അത് നമുക്ക് ഈ ചെറിയ വീഡിയോയിൽ, അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നതാണ്. നമസ്കാരം.